ഹലോ, നമ്മൾ നാട്ടിൽ വരുന്ന തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു റെമഡിയാണ് കാണിക്കുന്നത് കേട്ടോ. ഞാനിവിടെ മൈലാഞ്ചി എടുത്തിട്ടുണ്ട്. മൈലാഞ്ചി ഇലയാണ് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് മൈലാഞ്ചി ഇല വെച്ചിട്ട് ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നൊക്കെ. അപ്പോൾ ഹെന്ന ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. സിറമായിട്ടും ഹെയർ പാക്കായിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ഇല ഇതുപോലെ തന്നെ വേപ്പിലയും ഇത് വീട്ടിലുള്ളതാണ്. ഞാൻ കുറേ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്ന സമയത്ത് കേട്ടോ. വേപ്പില നമ്മുടെ വീട്ടിൽ ഒരുപാടുണ്ട്, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണത് കേട്ടോ. നല്ല വലിയ മരമായിട്ടുള്ള വേപ്പിലയുണ്ട്. അപ്പം കുറച്ച് മൈലാഞ്ചി ഇല ഇത്രയും എടുത്തിട്ടുണ്ട്. കുറച്ച് തളിര ഇല എടുക്കണം കേട്ടോ. ഒത്തിരി മൂത്ത ഇല എടുക്കുമ്പോൾ നല്ല മുള്ളൊക്കെ ഉള്ളതാണ്, നമ്മൾ വിചാരിച്ച പോലെ ഊരിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇല നല്ലോണം ഇങ്ങനെ പൂവിട്ട് വന്നിട്ടൊക്കെ ഉണ്ട്, ചെറിയ കായൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഈ ഒരു ഇല നമ്മുടെ മുള്ള് കണ്ടോ, നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്ന മുള്ളാണ്. അപ്പോൾ ഈ ഇല കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലുള്ള മൈലാഞ്ചി ഇല നമുക്ക് എന്ത് ചെയ്യണമെന്ന് പലരും ഞാനിതുപോലെ ഒക്കെ വീഡിയോ ഇടുമ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒട്ടും സംശയിക്കേണ്ട, നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അരയ്ക്കാതെ തന്നെ നമുക്ക് മൈലാഞ്ചി ഇല തലയിലിടാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മൈലാഞ്ചി ഇല ഇത്രയും ഊരിയിട്ടുണ്ട്. ഇനി ബാക്കി കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഏതാണ്ട് ഒരു 4 പിടിയോളം വരും. 2 പിടിയോളം കറിവേപ്പില, 2 പിടിയോളം നമ്മുടെ മൈലാഞ്ചി ഇല. ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു 5 പൈസ പോലും ചിലവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വീട്ടിലൊക്കെ ഉള്ളതാണ്. ഇനി ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇതും ഞാൻ എണ്ണയൊക്കെ നാട്ടിൽ വന്നിട്ട് ഉണ്ടാക്കുമ്പോൾ കാണിക്കാറുണ്ട്. ഇത് ഞാനിപ്പോൾ കഴുകിയെടുത്തതാണ് കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മൈലാഞ്ചി ഇലയും കറിവേപ്പില ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നമുക്കിത് 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂണോളം ചായപ്പൊടിയാണ്. നമ്മൾ സാധാരണ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുന്ന ചായപ്പൊടിയാണ്. ഇതും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി 1/2 സ്പൂണോളം ഉലുവയാണ്. ഉലുവ നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം വെള്ളം ഇത് കുറച്ച് അധികം വെച്ചിട്ട് നമ്മളിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് തലയിലിടുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ എടുത്ത് റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ വെച്ചാൽ മാത്രം മതി. ഞാനിവിടെ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്കിത് ഈ വെള്ളം കുറച്ച് ആവശ്യമാണ് കേട്ടോ. മുടിയുടെ നീളത്തിനും കട്ടിക്കൊക്കെ അനുസരിച്ച് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഏതാണ്ട് ഒരു 1.5 കപ്പോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഇത് സ്റ്റവിൽ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് അരച്ചെടുക്കുകയൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ചായപ്പൊടിയുടെ ഒരു കളറൊക്കെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആകും കേട്ടോ. ഇനി ഞാനിവിടെ സ്റ്റവ് ഓണാക്കി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ചായപ്പൊടിയും കൂടെ ഉള്ളതുകൊണ്ട്, പിന്നെ ഇരുമ്പ് ചട്ടിയിലായതുകൊണ്ടും പെട്ടെന്ന് നമുക്കിതിൻ്റെ കളറ് മാറി കിട്ടും കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ഇലയുടെ ഒക്കെ കളറ് മാറിപ്പോവേ. അപ്പോൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കുക. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വെട്ടി തിളയ്ക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ ഇതുപോലെ സ്റ്റൗവിലിരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇലയൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ഈ ഒരു റെഡ് കളറല്ലാതെ കളറൊന്നുകൂടെ ഒന്ന് മാറി വരും. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഈ ഇലയുടെയും കളറ് നല്ലോണം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഒരു 4 മിനിറ്റ് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ. ചായപ്പൊടിയുടെ കളറ് മാത്രമല്ല കേട്ടോ, ഈ മൈലാഞ്ചിയുടെ ഇലയുടെയും കറിവേപ്പിലയുടെ ഇലയുടെ ഒക്കെ കളറെല്ലാം കൂടെ ഇങ്ങോട്ട് ഈ കളറൊക്കെ മാറി വന്നില്ല. നമ്മുടെ വെള്ളത്തിന് കുറച്ച് ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ മിക്സിയിലൊന്നും അരയ്ക്കാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്ര മതി. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക. ഇനി ഈ ഒരു
ഇതിനെ നമ്മൾ അരിച്ചെടുക്കണം. നമുക്ക് ഇനി ഇലയൊന്നും വേണ്ട, ഇതിൻ്റെ വെള്ളം മാത്രം മതി. നല്ല കളറാണ് കേട്ടോ. ഇതിങ്ങനെ ആക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് ഇരുമ്പ് ചട്ടി വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാരണ സ്റ്റീൽ പാത്രത്തിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് വാർത്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പോൾ ഇത് ചൂടാറുന്ന വരെ റെസ്റ്റ് ചെയ്യണം കേട്ടോ. ചൂടിലൊന്നും ചെയ്യണ്ട, നന്നായിട്ട് ചൂടാറിയിട്ടാണ് നമുക്കിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാനിന്ന് കാണിച്ചു തരുന്നത് ഞാനിപ്പോൾ അന്ന് ഇട്ടതാണ് നമ്മൾ തലയിൽ ഹെന്ന. ഇനി ആദ്യം ഞാനത് എൻ്റെ മോൾക്ക് തല കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. 12 വയസ്സുള്ള മോളാണ്. പല രീതിയിലും നമ്മളിതുപോലെ കുട്ടികൾക്കൊക്കെ മുടിയൊക്കെ നരച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിലും ചെയ്തെടുക്കാം. നല്ല കറുപ്പ് മുടിയാവും കേട്ടോ. അതായത് ചില കുട്ടികൾക്കൊക്കെ കാണാം മുടിയുടെ തുമ്പിലൊക്കെ നല്ല ബ്രൗൺ കളർ. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് കഞ്ഞിവെള്ളവും തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും ചോറും കൂടെ രാത്രി ഒരുമിച്ച് വെച്ചതാണ് കേട്ടോ. നമ്മൾ ചോറുണ്ണാൻ വേണ്ടി വാർത്ത് വയ്ക്കുന്ന ചോറ് വെച്ച കഞ്ഞിവെള്ളം കൂടെ ഒരുപോലെ ഒഴിച്ച് വെച്ചതാണ്. ഒരു 4 സ്പൂണോളം ഉണ്ട്. അപ്പോൾ നേരത്തെ ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്കിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കളറാണ് ഇരിക്കുക കേട്ടോ. ഇത് നമ്മൾ തലയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സിൽക്കി ആയിട്ടിരിക്കുകയും ചെയ്യും, മുടിയൊക്കെ നല്ല വളരുകയും ചെയ്യും കേട്ടോ. അരിയുടെ വെള്ളമൊക്കെ നമ്മൾ ഈ എപ്പോഴും ഓരോ ഇതിലും കാണാറുണ്ട്, അരി കുതിർത്ത വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് മുടിയിൽ തേക്കാൻ വേണ്ടി. അപ്പോൾ അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കഞ്ഞിവെള്ളമൊന്നും ഇല്ലാത്തവർക്ക് ചോറ് മാത്രം ആണെങ്കിലും ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ, ഈ വെള്ളത്തിൽ തന്നെ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതിയിൽ ആണ് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ അരച്ചെടുത്ത ചോറുണ്ടല്ലോ, അത് വേണമെങ്കിൽ മാത്രം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അരിച്ചെടുക്കുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ ഈ ഒരു ലിക്വിഡ് ഇതിലേക്ക് ഈ വെള്ളം കുറച്ചുകൂടെ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാൻ പറ്റിയൊരു റെമഡിയാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് എക്സ്ട്രാ ഒരു പൈസയ്ക്ക് ചിലവൊന്നുമില്ല. ഇതെല്ലാം എപ്പോഴും നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡിൻ്റെ കളർ കണ്ടില്ലേ, ഇത് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ തലയിലൊക്കെ എണ്ണ തേക്കാതൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ചൂടത്തൊക്കെ എല്ലാവർക്കും നല്ല ഉപകാരമായിട്ടുള്ളൊരു നല്ലൊരു റെമഡിയാണ് കേട്ടോ. ഇത് 2 ദിവസം കൂടുമ്പോൾ കുറച്ച് മുടിയുള്ളവർക്കും വലിയ മുടിയുള്ളവർക്കും ഒക്കെ ചെയ്ത് കൊടുക്കാം പറ്റും, മുടിയിൽ തേക്കാൻ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാനിതെങ്ങനെയാണ് ഹെന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ മൈലാഞ്ചിപ്പൊടി തേക്കുന്ന പോലെ തേക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഞാനിവിടെ നൈറ്റ് സീറമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാസ്റ്റർ ഓയിലാണ് കേട്ടോ. ഇത് ആവണക്കെണ്ണ എന്ന് പറയും. ഇത് നമുക്ക് ഇതിൽ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും, നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടും. ഒരു 4-5 തുള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഈ ഒരു ലിക്വിഡ് കുറച്ചെടുത്തിട്ട് ഇത് ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഓയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഓയിലിൻ്റെ ഇതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കി വെച്ച ഓയിലാണ്. അതിൽ നിന്ന് ഇതുപോലെ ഒരു 4-5 തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു ബോട്ടിലാക്കി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് ആൾട്ടർനേറ്റ് ഡേയ്സിൽ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ മുടിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ, ശരിക്കും നല്ല മുടി വളരാനും മുടിയുടെ ചൊറിച്ചിലൊക്കെ മാറാനൊക്കെ വേണ്ടി നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് മുടിയുടെ ഗ്രോത്ത് പെട്ടെന്നായിരിക്കും, നല്ല പെട്ടെന്ന് നമുക്ക് ആ മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. അതല്ലാതെ തന്നെ ഞാൻ ചെയ്യുന്നത്, നമുക്ക് ബോട്ടിലൊന്നും ഇല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മുടി ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ സൂര്യാഘാതം ഏറ്റിട്ട് ആകെ എൻ്റെ മുഖവും മുടിയൊക്കെ വല്ലാതായി പോയതുകൊണ്ടാണ് ഞാൻ ഫേസൊന്നും കാണിക്കാതിരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2 മിനിറ്റിൻ്റെ, ഞാൻ ഒട്ടും വയ്യാതിരുന്ന സമയത്താണ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി റിക്കവറായി ഓക്കെ ആയി. ഫേസ് പാക്കും ഫേസ് ക്രീമും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഹോം റെമഡീസൊക്കെ ചെയ്ത് ഏതാണ്ടൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. മുടിയൊക്കെ ഒത്തിരി പൊഴിഞ്ഞു പോയി കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാനിത് കാണിക്കാവേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാം കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്കിത് എടുത്ത് വയ്ക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. ഇനി എൻ്റെ മോൾക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കാണിച്ചു തരാം. മുടി കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, ചൂടായതുകൊണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കളിക്കുന്ന സമയങ്ങളായതുകൊണ്ട് തല എപ്പോഴും നല്ല വിയർത്തിട്ടാണ്. അപ്പോൾ ഇവക്ക് നേരത്തെ നമുക്ക് ഉണ്ടാക്കി വെച്ച ആ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, മുടി വളരാനൊക്കെ വളരെ ഈസിയാണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് ഇപ്പോൾ മോൾക്ക് 12 വയസ്സേ ആയിട്ടുള്ളൂ. ഇതുപോലുള്ള കുട്ടികൾക്ക് തേച്ച് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. നമുക്കും ഒരുപാട് മുടിയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇതാ ഞാനിത് എടുത്തിട്ടുണ്ട് കണ്ടോ.
നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ടാണ്. ഇത് ഇനി തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തലയിലിട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എണ്ണയൊന്നും തേക്കാത്ത സമയത്ത് ഇടയിലൊക്കെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ 3 ദിവസത്തിലൊരിക്കൽ തേച്ച് കൊടുക്കാം. നല്ല സ്കാപ്പിലൊക്കെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഇതിങ്ങനെ മുടി കെട്ടി വെച്ചിട്ട് നന്നായിട്ട് ഷാമ്പു ഒന്നും ഇടാതെ തന്നെ നമുക്ക് സാധാരണ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തല കഴുകിയെടുക്കാം കുളിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയാണ് 2 രീതിയിലാണ് കേട്ടോ. കുട്ടികളുടെ മുടിയൊക്കെ ഇപ്പോൾ ടീനേജ് സമയമാകുമ്പോഴത്തേനും കുട്ടികളുടെ മുടിയൊക്കെ നരയ്ക്കുന്നതിനും ചെമ്പിച്ച കളറില്ലേ, ആ കളറൊക്കെ മാറാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തേച്ച് കൊടുക്കണം. ഇത് വീഡിയോ എടുക്കലും തലയിൽ തേക്കലൊക്കെ ഞാനായതുകൊണ്ട് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ മുടി ഞാനിതെല്ലാം തേച്ച് കെട്ടിവെച്ച് ഇനി ഒരു 10 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സിൽക്കി ഹെയർ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ വാഷ് ചെയ്തത് മാത്രമേ ഉള്ളൂ, ചീകിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. നമുക്ക് വീട്ടിലെല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും, മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ് കേട്ടോ. ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ടൊക്കെ അറിയിക്കണേ. ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. നമ്മളെ വീട്ടിലുള്ള തനി നാടൻ രീതിയിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. മുടിയൊക്കെ നല്ല കട്ടിക്കറുപ്പായിട്ടിരിക്കും കേട്ടോ. എല്ലാവരും ഉപയോഗിച്ച് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.